എല്ലാ പ്രൊഡക്ട്സിനും അജയ് ഭായ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വില നല്ല രീതിയിൽ ചേഞ്ച് വന്നു. ആർക്കിടെക്ചറൽ ഡിസൈനുമായിട്ട് മാച്ച് ചെയ്ത് അതിന് നമുക്ക് വരുന്ന MRP എന്ന് പറയുന്നത് 34,900 ആണ്. മനു സിംഗിൾ ഷോറൂമിൽ നിന്ന് നമ്മൾ സെല് ചെയ്തിരിക്കുന്നത് 9 പേർക്കാണ്. 99,900 ഇത് എത്തിയിട്ടുണ്ട്. ട്വിൻ ഡോർ, അതായത് 2 ഡോർ ഏറ്റവും കൂടുതൽ നമുക്ക് സെൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും മോഡലുമാണ് SG77. 12ഓളം ഡോറുകൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. UPVC വിൻഡോ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അലുമിനിയം, യെസ്, അലുമിനിയം അൾജീരിയൻ പ്രൊഫൈൽ തരുന്ന പ്രോഡക്റ്റ് ആണ് WPC. നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ ഷോറൂം, ഡീസോളിന്റെ 3rd ഷോറൂം. അതായത് ഇതിന്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഷോർട്സ്, അതായത് ഇനാഗുറേഷൻ ഷോർട്സ് ഇട്ടപ്പോൾ പലരും അതിനകത്ത് താഴെ കമന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്തെ ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നതിനെക്കുറിച്ച്. നമ്മുടെ ഒന്നാമത്തെ ഷോറൂം തൊടുപുഴ, 2 ഏറ്റുമാനൂർ വെമ്പള്ളിയിൽ, മൂന്നാമത്തെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മുട്ടത്തറ ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. ഇന്ന് കാണാൻ പോകുന്നത് ഈ ഷോറൂമിൻ്റെ വിശേഷങ്ങളാണ്. സത്യത്തിൽ നമ്മുടെ സ്റ്റീൽ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ ഒരു പ്രൊജക്റ്റ് പലയിടത്തും എത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഏറ്റവും ആക്സസിബിലിറ്റി ഉള്ള സ്ഥലം കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തിരുവനന്തപുരം, കന്യാകുമാരി, കൊല്ലം അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് എത്താം. അടുത്ത പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്ഥലത്താണ്, അതെവിടെയാണെന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡീസോളിൻ്റെ തിരുവനന്തപുരത്തെ മുട്ടത്തറയുള്ള ഷോറൂമിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം അനുണ്ട്. ഹായ് അജയ് ഭായ്. വീണ്ടും നമ്മൾ മറ്റൊരിടത്ത് വെച്ച് വീഡിയോയിൽ കണ്ടുമുട്ടിയിരിക്കുന്നത്, അല്ലാത്തപ്പോൾ ഞങ്ങളെപ്പോഴും ആൾക്കാരാണ്. ലൊക്കേഷൻ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ ഒന്നുകൂടെ റീചെക്ക് ചെയ്തോ. തിരുവനന്തപുരം കോവളം റൂട്ടല്ലേ ഇത്? മുട്ടത്തറ ജംഗ്ഷൻ. മുട്ടത്തറ ജംഗ്ഷനിൽ നിങ്ങൾ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ മുട്ടത്തറ വടുവത്ത ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർച്ച് കാണാം, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി കുറച്ചും കൂടി ക്ലിയർ ആവണമെങ്കിൽ നമ്മുടെ സാരഥി സർവീസ് സെന്റർ ഉണ്ട് ട്രിവാൻഡ്രത്ത് മുട്ടത്തറയിൽ തന്നെ. അതിനോട് ചേർന്ന് തന്നെ ആ സെയിം ലൈനിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. യെസ്. അപ്പോൾ ഇതാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ലൊക്കേഷൻ. ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും നമ്പറും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ പറയട്ടെ, വിലയൊക്കെ കൂടി, നന്നായിട്ട് കൂടി. ഞങ്ങൾക്ക് ആകെ വില കൂടിയിട്ടില്ലാത്തത് ചവിട്ടി വെച്ചിരിക്കുന്ന സ്റ്റീൽ വിൻഡോ മാത്രമേ ഉള്ളൂ. സ്റ്റീൽ വിൻഡോയിലാണ്. അതിനും ആക്ച്വലി മാർക്കറ്റിൽ വില കൂടിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ മാക്സിമം നല്ല രീതിയിൽ വില കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കും. കാര്യം വെച്ചാൽ ഇത് അവസാനം വരെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത്ര നേരം കാണാൻ ക്ഷമയില്ലെങ്കിൽ ആദ്യം തന്നെ അറിഞ്ഞോട്ടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും മേജർ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റീൽ ഡോറുകൾ തന്നെയാണ്. അതിൽ പ്രീമിയം, സെമി ലക്ഷറി കാറ്റഗറിയിലുള്ള എല്ലാ സ്റ്റീൽ ഡോറുകളും ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ വിൻഡോസ് ആണ്. അതിനുശേഷം നമുക്ക് വരുന്നത് FRP, ബെഡ്റൂം ആൻഡ് ബാത്റൂം ഡോറുകളായിട്ടുള്ള FRP ഡോറുകളാണ്. വെരി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് UPVC വിൻഡോസ് വരുന്നുണ്ട്, അലൂമിനിയം അൾജീരിയൻ സിസ്റ്റം സീരീസ് വരുന്നുണ്ട്. അത് കൂടാതെ WPC ഡോസ് ആൻഡ് വിൻഡോസ് വരുന്നുണ്ട്. യെസ്, അതായത് നിങ്ങൾക്ക് ഡോസ് ആൻഡ് വിൻഡോസിൽ വുഡ് ഒഴികെ നമുക്കൊരു വീട്ടിലേക്ക് വെക്കാൻ പറ്റിയ എല്ലാ പ്രൊഡക്റ്റും, അത് ഇന്റീരിയർ എക്സ്റ്റീരിയർ നമുക്കിവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റീൽ ഡോറിൽ മാത്രമാണ് കസ്റ്റമൈസേഷന് പരിമിതികളുള്ളത്. ബാക്കി എല്ലാത്തിനും നമുക്ക് എല്ലാ പ്രോഡക്ട്സിനും കസ്റ്റമൈസേഷൻ ഉണ്ട്. നമ്മുടെ എല്ലാ ഷോറൂമിലും ഉള്ള ഷോക്കേസ് പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെയുള്ളത്. അതേസമയം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്കുണ്ട്. ഇപ്പൊ ഈ കാണുന്ന നമ്മുടെ സെമി ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന മെട്രിക്സ് എന്ന് നമ്മൾ പേരിട്ട ഡോറ്. ഇതിന്റെ റേറ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഒരു പ്രീവിയസ് ഒരു സിംഗിൾ വീഡിയോ തന്നെ അജയ് ഭായ് അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ ഇനിയിപ്പോൾ അത് ഒന്ന് ഇത് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നോക്കാം. എനിക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരു ഡോറ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് നമ്മുടെ എനിക്കൊന്ന് തൊടുപുഴയിലോ ഏറ്റുമാനൂരോ ഉണ്ടോ? അത് നമ്മൾ നിലവിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ ട്രിവാൻഡ്രം ആണ്. നമ്മുടെ ഒരു സെമി ലക്ഷറി കാറ്റഗറിയിൽ തന്നെ വരുന്ന ഡോറാണ്. അത്യാവശ്യം
എന്താ പറയാ ആർക്കിടെക്ചറൽ ഡിസൈനുമായിട്ട് മാച്ച് ചെയ്ത് ഒരു കണ്ടംപററി ഡിസൈനോടൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഒരു ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ അല്ലേ? ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ. ഈ ഹാൻഡിൽ പലപ്പോഴും നമ്മുടെ നോബ് ഹാൻഡിൽസ് പലർക്കും ചില ഇഷ്യൂസ് പറയലുണ്ട്. അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഹാൻഡിൽ ടൈപ്പ് ആണ് ഇതായി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലൈക്ക് നേരത്തെ നമുക്ക് വരുന്ന ഒരു ഡിസൈനിൽ കുറച്ച് ടൈറ്റ് ആണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ഈ ഒരു ഡിസൈൻ നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് മൂവിംഗ് ആണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ സൈസും കിട്ടും ഇതിന്റെ? അതെ, എല്ലാ സൈസുകളും അവൈലബിൾ ആണ്. 88 210, 88 210, 98 210, 110 210, അതുപോലെ തന്നെ 120 ഡോറുകൾ അവൈലബിൾ ആണ്. ഓ അത് ശരി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡോർ ഒരേ ഡിസൈനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷൻ. യാ അനു, ഇതിപ്പോ സൈസ് അനുസരിച്ച് വേരിയേഷൻ വരുമെന്ന് എനിക്കറിയാം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞു. ആക്ച്വലി നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 98 സെന്റിമീറ്റർ വിഡ്ത്തും 210 ഹൈറ്റ് വരുന്ന ഡോറാണ്. അതിന് നമുക്ക് വരുന്ന MRP എന്ന് പറയുന്നത് 34,900 ആണ്. 34,900 MRP ആണ്. MRP ആണ്. നമുക്ക് വീണ്ടും പറയട്ടെ, നമുക്കിപ്പോൾ എല്ലാത്തിനും വില കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അടിപൊളി ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഓഫറുകളുണ്ട്, കാരണം അറിയാം എല്ലാ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഏറ്റവും എക്സ്ക്ലൂസീവ് ഓഫർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീൽ വിൻഡോസ്, ഏറ്റവും ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ഏറ്റവും ബേസിക് സ്റ്റേജിൽ ആളുകൾക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സ്റ്റീൽ വിൻഡോസ്. ബ്രിക്ക് വർക്കിന്റെ സമയത്താണ് ചെയ്തു പോകുന്നത്. എപ്പോക്സി പ്രൈമർ ഫിനിഷ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബ്രിക്ക് വർക്കിന്റെ ടൈമിൽ തന്നെ ചെയ്തു പോകാം. അപ്പോൾ സ്റ്റീൽ വിൻഡോസ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ഒരു 1 lakhന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് 3% വരെ ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കൂടാതെ തന്നെ 3% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ആ ഒരു സെയിം സൈറ്റിലേക്ക് തന്നെ അവർക്ക് ഡോറുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ സ്റ്റീൽ വിൻഡോസ് പർച്ചേസ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ഇവർ സ്റ്റീൽ ഡോറുകൾ ബുക്ക് ചെയ്യുകയാണ് എങ്കിൽ 15% വരെ ഓഫറുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റീൽ വിൻഡോ പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ കൂടത്തിൽ ബുക്ക് ചെയ്യുമ്പോഴാണ് സ്റ്റീൽ ഡോറിന് 15% മനസ്സിലായ എല്ലാത്തിനും അല്ല, കേസ് ടു കേസ് വേരിയേഷൻ ഉണ്ട്. അത് ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. അത് ഞങ്ങളുടെ 3 ഷോറൂമിലും ഓണം വരെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റീൽ വിൻഡോ എടുക്കാൻ വരുമ്പോഴത്തേക്കും ആ കൂടത്തിൽ ഇത് ബുക്ക് ചെയ്യാം. സ്റ്റീൽ വിൻഡോ ബുക്ക് ചെയ്യണമെങ്കിൽ 50% അഡ്വാൻസ് നമുക്ക് തരിക. ഡോർ ആണെന്നുണ്ടെങ്കിൽ 15,000 രൂപ അടച്ച് ബുക്ക് ചെയ്താൽ നമ്മൾ 50% ഡിമാൻഡ് ചെയ്യുന്നില്ല, കാരണം ഇനീഷ്യൽ ബുക്കിംഗ് ടൈം ആണ്, മോഡൽസ് മാറാം, ചിലപ്പോൾ ചോയ്സസ് മാറാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 50% ഡിമാൻഡ് ചെയ്യുന്നില്ല. നമുക്ക് 15,000 രൂപ തന്ന് നമുക്കത് ഡോർ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളവിടെ ഒരു ഹോട്ട് കേക്ക് ആണ്. സത്യം പറഞ്ഞാൽ ഇതൊന്ന് പോകുമോ എന്നുള്ളത് പലരും സംശയിച്ചു. നമ്മൾ നല്ല രീതിയിൽ അടിച്ചു കളിച്ച് വിറ്റ് ഒരു വീഡിയോ നമ്മൾ 180 നമ്മൾ റിലീസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആ സെയിം മന്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് പോയത് 9 പീസാണ്. 9 പീസാണ് നമ്മൾ ആ സിംഗിൾ ഷോറൂം, ഏത് ഏറ്റുമാനൂർ സിംഗിൾ ഷോറൂമിൽ നിന്ന് നമ്മൾ സെല് ചെയ്തിരിക്കുന്നത് 9 പേർക്കാണ്. അതിലൊരു കസ്റ്റമർ എനിക്ക് റെഡി ടു ഇൻസ്റ്റാൾ ആണ്, എനിക്ക് ഇപ്പോഴേ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ വരെ ഊരിക്കൊണ്ടുപോകാൻ റെഡിയായ ആളാണ്. നമ്മൾ നേരെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. 6 അടി വീതി, 8 അടി നീളത്തിലുള്ള, അതായത് 7 അടി ഹൈറ്റ് അല്ലെ, 210 സെന്റിമീറ്റർ ഹൈറ്റും 180 സെന്റിമീറ്റർ വിട്ടും വരുന്ന ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഡോർ. ഇതിന്റെ വിലയൊക്കെ ഓൾറെഡി ഡോറാണ്. ഇതിന്റെ വിലയൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചെറിയ വേരിയേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. 99,900 ഇത് എത്തിയിട്ടുണ്ട്. MRP ആണ്, പക്ഷേ ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കിട്ടും. എനിക്കറിയേണ്ട ഇതാണ്. ഇത് ഞാൻ ഇന്നുവരെ ഒരിടത്തും കാണിച്ചിട്ടില്ല, നമ്മുടെ ഒരിടത്തും കാണിച്ചിട്ടില്ല, വേറെ ഒരു ഷോറൂമിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഈ ഡോറിന്റെ പേര് പറഞ്ഞേ. ഇതിന്റെ പേര് തന്നെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു അട്രാക്റ്റീവ് നെയിമാണ്, ട്വിൻ ഡോർ. അതായത് 2 ഡോർ ഉണ്ടെന്നാ പറയുന്നത്. അജയ് ബൈക്ക് 2 ഡോർ കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നു. ആദ്യം എനിക്ക് 2 ഡോറാണെന്ന് വിചാരിച്ചിട്ട്, ഈ 2 ഡോറാന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഒന്നിന്റെ ഒരു പാളിയാന്നാ വിചാരിച്ചത്. ഇതൊരു ഡോറാണ് അല്ലേ? അതെ, ഇതൊരു സിംഗിൾ ഡോറാണ്. ഇത് ഫുൾ ഒരു സിംഗിൾ ഡോറാണ്. അതുപോലെ ഇത് മറ്റൊരു ഡോറാണ്. അനു, ഇത് എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്? ആക്ച്വലി നമുക്ക് 2 പർപ്പസ് ഉണ്ട്. ഒന്നിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ ഡോറിൽ നമ്മൾ ഒരു മോസ്കിറ്റോ നെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു എയർ പാസേജ് വേണം, അല്ലെങ്കിൽ ഒരു ലൈറ്റ് പാസേജ് വേണം, നമുക്ക് അത്യാവശ്യം തുറന്നിടാൻ പറ്റണം. അപ്പം ഒരു ആക്സസ് ഏരിയ ആയിട്ട് തന്നെ ഇത് മാത്രം ലോക്ക് ചെയ്താൽ അത്യാവശ്യം നമുക്ക് എയർ പാസേജ് ഉണ്ട്, വെളിയിൽ ആരെങ്കിലും വന്നാൽ അതിനുള്ള വിസിബിലിറ്റി ഉണ്ട്, ലൈറ്റും പാസേജ് കിട്ടും. അതുപോലെ തന്നെ അകത്തെ ഡോറും കൂടി ലോക്കിങ് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ
2 ഡോറാണ് അവിടെ ലോക്ക് ആവുന്നത്. ആക്ച്വലി ടിൻ ഡോർ, പേര് പോലെ 2 ഡോർ, ഇരട്ടകൾ. അപ്പൊ കട്ടളൊക്കെ എന്നാ വലിപ്പം വരും? നമുക്ക് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് 11 ഇഞ്ച് വരുന്ന കട്ടളകളാണ്. ഓ, 11 ഇഞ്ചാണ്. 9 6 ഒന്നുമല്ല, 11 ഇഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത്, കട്ടള വരുന്നത്. പിന്നെ അതുപോലെ ഇതെല്ലാം വരുന്ന എനിക്ക് തോന്നുന്നു SSC തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അതെല്ലാം കളർ വന്നിരിക്കുന്നതാണ്. ഇവിടെ ജിയുടെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സേഫ്റ്റി നോക്കുന്ന ആൾക്കാർക്ക് വെളിയിൽ നിന്ന് ഒരാൾ കണ്ട് സംസാരിക്കണമെങ്കിൽ പോലും ഇത് തുറന്നിട്ടിട്ട് ഇത് മാത്രം അടച്ചിടാം. രാത്രി സമയത്ത് രണ്ടും അടച്ചിട്ട് നമുക്കിത് ഫുൾ പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ലോക്കിംഗ് സിസ്റ്റം ഒരേപോലെയാണ്. അതായത് നമുക്ക് പറയുന്ന മൂൺ ലോക്ക് സിസ്റ്റം തന്നെയാണ് 2 ഡോറിലും വന്നിരിക്കുന്നത്. യെസ്, മൂൺ ലോക്ക് ആണ്. എല്ലാത്തിലും മൂൺ ലോക്ക് സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല, പക്ഷേ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ അതുപോലെ കുറച്ച് പ്രൊഡക്റ്റിൽ മൂൺ ലോക്ക് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. ഇത് വരുമ്പോഴത്തേക്കും പിന്നെ ലോക്കെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 14 മുതൽ 16 ലോക്കിംഗ് ആണ് ഡോർസിൽ, സിംഗിൾ ഡോറുകളിൽ വരുന്നത്. അതാണ് ഇതില്. ഈ ഡോറിലും അത് അവൈലബിൾ ആണ്, ഇൻസൈഡ് ഉള്ള ഡോറിലും അത് അവൈലബിൾ ആണ്. ശരി, ഇനി ഇതിന്റെ വിലയൊന്ന് പറഞ്ഞോട്ടെ. വില പറയാം. നമുക്ക് വരുന്നത് ഇത് 71,900 MRP ആണ് പറയുന്നത്. ഇതിന്റെ വില നോക്കുമ്പോഴത്തേക്കും പ്രത്യേകത 2 ഡോർ ടിൻ ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡോറിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. ഞാൻ ഇത് ആദ്യം പറഞ്ഞപ്പോഴത്തേക്കും പറയുന്നത് ഇതാണ് മേടിക്കുന്ന ലാഭം. 2 ഡോർ കിട്ടും ഒരു വിലക്ക്. ഇത് നമുക്ക് വരുന്നത് 108 സെന്റിമീറ്റർ സൈസ്, അതായത് 110 സെന്റിമീറ്ററിന്റെ ഡോറ്, ഹൈറ്റ് 210 സെന്റിമീറ്റർ. ഇത് ആ ഒരു സൈസിൽ അവൈലബിൾ ഉള്ളോ? ഈ ഒരു സൈസിലാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ? ഇതിന് ചെറിയ സൈസിലും ഉണ്ട്. നിലവിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന 108ന്റെ സൈസിലാണ്. ഓക്കെ, ഡൺ. ഇനി നമ്മുടെ മറ്റൊരു ഹോട്ട് കേക്ക് ആണിത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സെല് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നായതെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതലും ഏറ്റവും ഡിമാൻഡിങ്ങും നിലവിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു അല്ലെ, സ്റ്റോക്കുകൾ കൊടുക്കാനായിട്ട്. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് സെൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും മോഡലുമാണ് SG77 എന്ന് പറയുന്ന മോഡല്. ഇതിലും വിത്ത് ബാർ ഹാൻഡിൽ, അതാണ് ഇതിന്റെ ഏറ്റവും കൂടുതലുള്ള അട്രാക്ഷൻ. വിത്ത് നോബ് വരുന്നത്. പിന്നെ ബാക്കിയുള്ളതിനെ കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റീൽ ഡോർ ഏറ്റവും അവസാനം വയ്ക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റീൽ ഡോർ ഇൻസ്റ്റലേഷൻ ഏറ്റവും ലാസ്റ്റാണ്. നിങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട്, കാര്യം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഡാമേജ് ഒന്നും വരാതിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞിട്ട്. റേറ്റ് കൂടിയിട്ടുണ്ട്, ചെറിയ വേരിയേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ നിലവിലുള്ള MRP എന്ന് പറയുന്നത് 55,900 ആണ്. ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഡോർ ഏതെന്ന് പറഞ്ഞാലും ശരി, ചെറിയ ഡോറുകൾ ആൾക്കാർ അവൈലബിൾ ആണല്ലോ, ആവശ്യപ്പെടുമല്ലോ. ഇതാ നമ്മള് ഈ സ്റ്റീൽ ഡോർ ഉണ്ടായ കാലം തൊട്ടുള്ള ഡോറില്ലേ, ഏറ്റവും ആദ്യം മുതലുള്ള ഡിസൈനാണ്. എന്നാൽ അത്യാവശ്യം ആളുകൾക്ക് ഇഷ്ടമുണ്ട്. ഒരു ട്രഡീഷണൽ വേ എന്നുള്ള രീതിയിൽ തടിയുടെ ഒരു എന്താ പറയുക എംബോസിംഗ് ഡിസൈൻസ് ഒക്കെ വരുന്ന 3D പ്രൊജക്ഷൻ ഒക്കെ വരുന്ന രീതിയിൽ കൺസെപ്റ്റിൽ വരുന്ന ഒരു ഡോറാണ്. ഇതിപ്പോ എത്ര ആയിട്ടുണ്ട് റേറ്റ്? നമുക്ക് ഇതിന്റെ MRP വരുന്നത് 24,900 ആണ്. ഡിസ്കൗണ്ട് ഉണ്ട്. MRP ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. 24,900 നമുക്ക് ഇപ്പൊ വരുന്നത്. നമ്മുടെ താഴെ പറഞ്ഞ ഹോട്ട് കേക്കിന്റെ അതിന്റെ വലിപ്പം കൂടിയ സീരീസ് അല്ലേ, ഹൈറ്റ് കൂടിയ സീരീസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 235 ആണ് അല്ലേ? ഓക്കെ. അതിൽ ഇതൊരു പ്രത്യേകതയാണല്ലോ. അത് നമ്മൾ ഹാൻഡിൽ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മുടെ റെഗുലർ ഹാൻഡിലുകളിൽ നിന്ന് കസ്റ്റമേഴ്സ് ചിലർ ചോദിക്കാറുണ്ട്, ഇതിൽ നിന്ന് മാറി നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പ്ലെയിൻ SS ഫിനിഷിൽ നിന്ന് മാറി നമുക്കൊരു കസ്റ്റമൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിലാണ് അത്. ഇത് ഹാൻഡിൽ കസ്റ്റമൈസേഷൻ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ സാധിക്കും. ഇപ്പം എക്സാമ്പിൾ അത്. പക്ഷെ നമുക്ക് എല്ലാ ഡോറിലും, അതായത് ആ ഡോറിന്റെ സ്പെക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഏത് ടൈപ്പ് ഹാൻഡിൽ ഇതിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വരിക. ഇനി അടുത്തത്, ഇത് നമ്മൾ ഏറ്റുമാനൂരുള്ളതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രം. ഇതും നോബ്, ഈ ഹാൻഡിൽ എല്ലാത്തിനും വന്നാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. അതെ, പക്ഷേ ഇതില് ചില കേസസിൽ ഇതിലൊരു ചെറിയ കൺഫ്യൂഷൻ വരാറുണ്ട്. അൾട്ടിമേറ്റ്ലി ഈ ഡോർ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ ഉള്ള ലൈക്ക് നമ്മൾ ഇതിൽ ഒത്തിരി പ്രഷർ കൊടുത്തല്ല ഇത് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാം. ജസ്റ്റ് ഇതിനെ അൺലോക്ക് ചെയ്യാനുള്ള പർപ്പസ് മാത്രമാണ് അതിനുള്ളത്. പക്ഷെ നമ്മൾ ഒത്തിരി പ്രഷർ ലൈക്ക് ഇതിനെയാണ് നമ്മൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. കറക്റ്റ് ആണ്, ശരിയാണ്. നമ്മുടെ കാർ ഡോർ ഹാൻഡിൽ ചെയ്യുന്ന ചില സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. അടുത്തത് ഇതും അവിടെ നമ്മുടെ ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ്, അതിവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമ്മുടെ ഔട്ട് ഓപ്പൺ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ അവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇതും എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ പർട്ടിക്കുലർ പ്രൊഡക്റ്റും നമ്മളിവിടെ അത് നമുക്ക് എല്ലാ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡലുകളുടെയും ഒരു സിംഗിൾ പീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇനി വേരിയേഷൻസ് വരും, അതായത് പുതിയ മോഡലുകൾ വരുന്നുണ്ട്, പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഇത്രയും നാൾ നമുക്ക് 210 അല്ലെങ്കിൽ
അതായത് 205 അല്ലെങ്കിൽ 235 അങ്ങനെ ഒരു ഹൈറ്റിലായിരുന്നു ഡോർ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കൊരു പുതിയ അപ്ഡേഷൻ വരുന്നത് 215 സെന്റിമീറ്റർ ഹൈറ്റിലും നമുക്ക് ഡോറുകൾ അവൈലബിൾ ആകാൻ തുടങ്ങുന്നുണ്ട്. അതായത് നമുക്ക് 195 ഹൈറ്റ് ഉണ്ടായിരുന്നു, 205 ഉണ്ടായിരുന്നു, 235 ആയിരുന്നു വെരി നെക്സ്റ്റ്. പക്ഷെ ഇതിന് ഇൻ ബിറ്റ്വീനിൽ ഒരു 215 അതായത് 215 ഹൈറ്റിലും കൂടി നമുക്ക് ഡോറുകൾ വരുന്നുണ്ട്. ഈ ഡോറിന്റെ ഒരു പ്രത്യേകത, ഇതൊരു വുഡൻ ഡോർ അല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാര്യം എന്താ വെച്ചാൽ അതിന് ഈ ഒരു കർവി ഡിസൈൻ വളരെ പ്രധാനപ്പെട്ടാണ്. ഇതിനിപ്പോൾ നിലവിൽ നമുക്ക് MRP വേരിയേഷൻ വന്നിരിക്കുന്നത് 24,900 എന്നുള്ള റേഞ്ചിലാണ്. നമുക്ക് ഏകദേശം 11-12ഓളം ഡോറുകൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒന്നാമത്തെ കാര്യം കസ്റ്റമൈസേഷൻ ആണ്. സോ ഇതിന്റെ ഒരു റേറ്റ് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് 240 ഹൈറ്റിലാണ്. 8 അടി ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നോർമലി ഉള്ള 98 വിത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ, ഫുൾ കസ്റ്റമൈസേഷൻ ആണ്. സിംഗിൾ കളർ ഫുൾ കസ്റ്റമൈസേഷൻ ആണ്. നമ്മൾ അമൃതമായിട്ട് എടുത്ത് കൊടുത്ത് അവർ പറഞ്ഞൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അതുപോലെ തന്നെ. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്ക് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. അപ്പം കസ്റ്റമറിന്റെ ഓൺ സൈറ്റിൽ എന്ത് മെഷർമെന്റ് ആണോ വരുന്നത് അത് നമുക്ക് പിന്നെ പൊട്ടിക്കണ്ട, തേക്കണ്ട, വേറെ യാതൊരുവിധ മേസ്തിരി വർക്കും അതിൽ ചെയ്യാതെ തന്നെ എന്താണോ അവിടെയുള്ള മെഷർമെന്റ് ആ മെഷർമെന്റിനെ മാച്ച് ചെയ്ത് തന്നെ നമുക്ക് ഡോർ ചെയ്യാൻ സാധിക്കും. കസ്റ്റമൈസേഷൻ. ഇതൊരു പൈൻവുഡിന്റെ ഡോർ അല്ല എന്ന് ആരും പറയത്തില്ല. അതുപോലെയാണ് ഈ ഡോറൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേയും ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് ഇപ്പോൾ ദിവസം പ്രതി ഇങ്ങനെ കയറിയ ചെറിയ വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ എന്നാലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ ബാക്കി ഏത് ഡോർ ചെയ്യുന്നതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്റീരിയർ ഡോറാണിത്. 2 കാര്യങ്ങൾ, വെള്ളം വീണാൽ പ്രശ്നമില്ല, തുരുമ്പെടുക്കത്തില്ല, വളയത്തില്ല, ചെതലെടുക്കത്തില്ല, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ലാത്ത വെള്ളത്തിനകത്ത് വെച്ച് പണിയാൻ പറ്റുന്ന ബോട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡോറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. FRP ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഡോറുകൾ. UPVC വിൻഡോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതൊരു ഡോർ പോലെ ഉണ്ടല്ലോ. ഇത് എത്ര സെന്റിമീറ്റർ വരിക? 100 ഉള്ളോ? ആക്ച്വലി ഇത് നമ്മൾ ഈ ഏരിയ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഷോർട്ട് വിഡ്ത്ത് ആണ് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഡിസ്പ്ലേ ചെയ്യുകയും വേണം, UPVC സ്ലൈഡിംഗ് ഡോർ ഡിസ്പ്ലേ ചെയ്യുകയും വേണം. അപ്പം ഏറ്റവും കസ്റ്റമൈസ് ചെയ്തത് ഇത് ആക്ച്വലി നമുക്ക് കിട്ടുന്നത് 180 സെന്റിമീറ്റർ വിഡ്ത്ത് ഉള്ളൂ. 180 ആ 180 നമ്മൾ ഡബിൾ ഡോർ ചെയ്തിരിക്കുകയാണ്. 180 ചെയ്യാം. അങ്ങനെ ചെയ്തിരിക്കുന്ന UPVC ഡോർ കം വിൻഡോ എന്ന് നിങ്ങൾ വിളിച്ചു. അങ്ങനെ പാഷ്യോ വിൻഡോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് വുഡൻ ഷെയ്ഡ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ഗ്രേ അല്ലേ? അതെ, UPVC തന്നെ അതിൽ ഗ്രേ പ്രൊഫൈൽ. ഗ്രേയുടെ ഇത് വന്നിട്ട് ഗ്ലോസിയും ഇത് വന്നിട്ട് മാറ്റും ആണ് ചെയ്തിരിക്കുന്നല്ലേ. ഇവിടെ ഈ പുഷ് ബട്ടൺ ആണ് നമ്മുടെ ലോക്ക് കൊടുത്തിരിക്കുന്നത്. അതും ഏതും കൊടുക്കാലോ. അതെ, നമുക്ക് കസ്റ്റമറിന് എന്താണോ റിക്വയർമെന്റ് പറയുന്നത് ആ രീതിയിൽ നമുക്ക് അതിൽ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കാം. വാട്ടർ ഡ്രെയിൻ ഔട്ട് സിസ്റ്റംസ് എല്ലാം ഉണ്ട്, എല്ലാം പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോ അതിന്റെ ഗ്രേ കളർ ഡാർക്ക് ഗ്രേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഹാൻഡില് വേറൊരു ഡിസൈനാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. കിങ് ലോങ്ങിന്റെ ഒക്കെ ഒരു ഹാൻഡിൽ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ വിൻഡോയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ ഫ്രിക്ഷൻ സ്റ്റേ കൊടുത്ത് നമുക്ക് ഓപ്പൺ വിൻഡോ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഫ്രിക്ഷൻ സ്റ്റേ നമുക്ക് ഏതിലും കൊടുക്കാം. നമ്മൾ കസ്റ്റമർ എന്താണോ അവർക്ക് ആവശ്യം നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹാൻഡിൽ അത് നമുക്ക് മൾട്ടി പോയിന്റ് ലോക്കിംഗ് സിസ്റ്റം എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകളിലും താഴെയോ അല്ലേ? എക്സാക്ട്ലി. ഒരു സിംഗിൾ ഓപ്പറേഷനിൽ നമുക്ക് 2 ബുള്ളറ്റ് ഇജക്ട് ചെയ്ത് നമുക്ക് അത് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇപ്പൊ നമ്മുടെ ഈ ഫ്രിക്ഷൻ സ്റ്റേ നമുക്ക് നമ്മുടെ UPVC മാത്രമല്ല സ്റ്റീലിലും കൊടുത്തൂടെ? നമുക്ക് കൊടുക്കാം, സ്റ്റീലിലും കൊടുക്കാം. ഈവൻ നമ്മൾ അടുത്ത ഇതിലേക്ക് വരുന്നുണ്ട്, അലുമിനിയം അൾജീരിയൻ വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് ഏത് വിൻഡോസിലും കസ്റ്റമറിന് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഏത് ഹിഞ്ചസ് ആണോ അവർ പ്രിഫർ ചെയ്യുന്നത് ആ ഹിഞ്ചസ് അതിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് അലുമിനിയം. അലുമിനിയം അൾജീരിയൻ പ്രൊഫൈലിൽ തന്നെ കുറച്ച് ലീനിയർ ആയിട്ടുള്ള പ്രൊഫൈലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ, അതിൽ ഗ്ലാസ് ഒക്കെ നമുക്ക് ഏതോ കൊടുക്കാൻ സാധിക്കും. നമുക്ക് 5mm പ്ലെയിൻ ഗ്ലാസ് മുതൽ ഏത് സൈസിലെ ഗ്ലാസ് വേണേലും നമുക്ക് അതിൽ കൊടുക്കാം. ഈവൻ പ്ലെയിൻ ആയിക്കോട്ടെ, ടഫന്, വാട്ടെവർ എന്തുവേണേ കൊടുക്കാം. ഈവൻ അൾജീരിയനിൽ തന്നെ നമ്മൾ ലാമിനേറ്റഡ് ഗ്ലാസസ് ചെയ്യുന്നുണ്ട്. അതായത് DGU ഗ്ലാസസ് ഒക്കെ പോലെ തന്നെ ലാമിനേറ്റഡ് ഗ്ലാസസും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൊഫൈലിന്റെ സീരീസിൽ സ്ലൈറ്റ് വേരിയേഷൻ വരുമെന്ന് മാത്രം. ഇനി ഇത് നമ്മുടെ ഡോർ കമ്പിന്റെ പാറ്റിയോയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡോർ കമ്പിന്റെ അലുമിനിയം തന്നെ. അലുമിനിയം അൾജീരിയൻ പ്രൊഫൈലിൽ തന്നെ അതിൽ ഒരു ചെറിയ കൂടി സൈസിൽ നമ്മൾ ഇച്ചിരി കൂടി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് സ്പേസ് കുറവായിരുന്നുവെങ്കിൽ UPVCക്ക്, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഇച്ചിരി സ്പേസ് കൂടുതൽ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ പാനലിൽ ഇത് ഏകദേശം 300 സെന്റിമീറ്റർ 3 മീറ്റർ അടുത്ത് നമുക്ക് ഇതിൽ വരുന്നുണ്ട്.
ഇതിപ്പോൾ 2 ട്രാക്കാണ് കാണുന്നത്. ഇതിനിപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് വിട്ട് കൂടുതലുണ്ട് 3 ട്രാക്കിലോട്ട് വരും. അതിൽ മൊസ്കിറ്റോ മെഷീൻ കാണുന്നത് 4 ട്രാക്ക് ചെയ്യാം. ഏതും നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് തന്നെ, അതായത് 2 ട്രാക്ക് ചെയ്യാം, അതുപോലെ തന്നെ 3 ട്രാക്ക് ചെയ്യാം. മോസ്കിറ്റോ നെറ്റിലേക്ക് വരുമ്പോൾ തന്നെ ആ 3 ട്രാക്കിൽ തന്നെ നമുക്ക് മോസ്കിറ്റോ നെറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ കണ്ടത് അൾജീരിയൻ പ്രൊഫൈലാണ്. ഇതിന്റെ സ്ലിം ലൈൻ സീരീസ് ഉണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഡിസ്പ്ലേസ് നമ്മൾ ഏറ്റുമാനൂർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോസ് എനിക്ക് തോന്നുന്നു അജയ് അപ്കമിംഗ് വരുന്നുണ്ട്. നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റം വിൻഡോസ് ആണ് പൊതുവെ അതിനെ അറിയപ്പെടുന്നത്. സിസ്റ്റം സീരീസ് എന്നാണ് അറിയപ്പെടുക. ഇതിൽ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും കസ്റ്റമർക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ പറയാണ്. സ്റ്റീൽ വിൻഡോ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ ബ്രിക്ക് വർക്കിന്റെ സമയത്താണ്. അതായത് എപ്പോക്സി പ്രൈമർ ഫിനിഷിലാണ് കസ്റ്റമർ അത് എടുക്കുന്നതെങ്കിൽ ബ്രിക്ക് വർക്കിന്റെ ടൈമിൽ നമുക്കത് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പോകും. അല്ലാന്നുണ്ടെങ്കിൽ അവസാനം വെക്കാം. പക്ഷേ നമ്മൾ കൂടുതലും ആൾക്കാരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്ന ബ്രിക്ക് വർക്കിനൊപ്പം ചെയ്തു പോകും. എക്സാക്ട്ലി, അതായിരിക്കും അവർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് വരിക. ഒരു അഡീഷണൽ ലേബർ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് അത് ചെയ്യാൻ സാധിക്കും. എപ്പോക്സി പ്രൈമർ അടിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരിക. അതിന്റെ ബാക്കിയുള്ള വർക്കുകൾ, പെയിന്റ് വർക്കുകൾ, ഗ്ലാസ് ഉൾപ്പെടെയുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ബാക്കി UPVC ആയിക്കോട്ടെ, അലൂമിനിയം ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. എങ്ങനെയാണോ നമ്മൾ സ്റ്റീൽ ഡോറുകൾ ഏത് സ്റ്റേജിലാണോ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞത്, അതേ സ്റ്റേജിൽ തന്നെയാണ് നമ്മുടെ വിൻഡോസും ഇൻസ്റ്റലേഷൻ വരിക. ഇനി എന്താ പറയാ, WPC വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്, വുഡ് പോളിമർ കോമ്പോസിറ്റ് എന്നൊക്കെ ആൾക്കാർ പല രീതിയിൽ വിളിച്ച് നമുക്ക് തരുന്ന പ്രൊഡക്റ്റ് ആണ് WPC. WPC ഇവിടെ നമ്മൾ ഇന്റീരിയർ ഡോർ ആയി ചെയ്തിരിക്കുന്നത്. അതെ, ഇന്റീരിയർ ബെഡ്റൂം ഡോർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. WPC നമുക്ക് ഏതും ചെയ്തു കൊടുക്കാൻ സാധിക്കുമല്ലോ. ഡോർ ചെയ്യാം. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്പാനിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നില്ല. അജയ് ഭായ് ആണ് ഇതിന്റെ ഏറ്റവും എക്സ്പേർട്ട് WPC-നെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ. കാരണം നമുക്ക് സ്പാൻ കൂടുന്നതനുസരിച്ച് ഇതിനെ ബെൻഡ് ചെയ്യാനുള്ള ഒരു സാഗിങ്, ബെൻഡിങ് ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്റേണൽ ഡോർ ആയിട്ടാണ് കൂടുതലും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നിലവിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് 90-210 എന്നുള്ളൊരു ബെഡ്റൂം സൈസ് വിത്തൗട്ട് സില്ലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് PU പെയിന്റ് ഫിനിഷിലാണ്. അതായത് നമ്മുടെ ST21 എന്ന് പറയുന്ന മോഡൽ, അതായത് സ്റ്റീൽ ഡോറിന്റെ മോഡലിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു ഗ്രൂസ് ഒക്കെ ചെയ്ത് അതിന് PU പെയിന്റ് ഫിനിഷിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് കസ്റ്റമറിന് കൊടുക്കുക എന്ന് പറയുന്നത് ഇനീഷ്യലി നമ്മൾ ഈ റോ ഫിനിഷിലായിരിക്കും കസ്റ്റമറിന് ഇത് ലഭിക്കുക. അതായത് ഫ്രെയിം ഉണ്ടാവും, ഡോർ ഉണ്ടാവും, വിത്ത് ലോക്ക് ആയിരിക്കും, ഫിനിഷ് അതായത് റോ മെറ്റീരിയൽ ആയിരിക്കും, പെയിന്റ് ഫിനിഷ് ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ ചില കസ്റ്റമേഴ്സ് പറയും ഇല്ല ഞങ്ങൾക്ക് റെഡി ടു ഇൻസ്റ്റാൾ എന്നുള്ള കാറ്റഗറിയിൽ വേണം എന്ന് നമ്മളോട് പറഞ്ഞാൽ അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് റോ ഫിനിഷിൽ തന്നെയാണ്. കാരണം അതിനൊരു റീസൺ വെച്ചാൽ പലരുടെയും ഇന്റീരിയറിന്റെ കളർ തീം എന്ന് പറയുന്നത് വേറെ ലൈക്ക് മാറിയായിരിക്കും ഇരിക്കുക. അപ്പോൾ ആ ഒരു ഇന്റീരിയർ കളർ തീമിനോട് മാച്ച് ചെയ്തവർക്ക് പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചെയ്ത് ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മാച്ച് ആകാതെ വന്നു കഴിഞ്ഞാൽ എഗൈൻ ഇത് റീപെയിന്റിംഗിലേക്ക് പോകേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റോ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ ഇതിൻ്റെ അകത്തെ ഗ്രൂ ഡിസൈൻസ്, ലോക്ക്, ഫിക്സിങ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അത് വിത്ത് കട്ടലടക്കാണ്. ഇനി ഇതിനകത്ത് നമ്മൾ WPC ഡോറാ പറഞ്ഞത്. മറ്റൊന്ന് WPC വിൻഡോയാണ്. അതെ, ആക്ച്വലി WPC വിൻഡോയും കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആണ്, കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് WPC എല്ലായിടത്തും കിട്ടും അല്ലേ ഞാൻ അജയ്ബായോട് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അറിയാവുന്നതാണ്. ഹൈ ഡെൻസിറ്റി WPC ആണ് ഡീസോൾ ഡോർസ് ആൻഡ് വിൻഡോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വിൻഡോസിലേക്ക് പോകുമ്പം 1 ഡെൻസിറ്റി അല്ലെങ്കിൽ 1.2 ഡെൻസിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡോസിലേക്ക് വരുമ്പോൾ അതിന്റെ ലീഫുകൾ കാര്യങ്ങൾ വരുന്നത് 0.7 അല്ലെങ്കിൽ 0.8 ഡെൻസിറ്റി ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൃത്യമായുള്ള സർവീസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പ്രൊഡക്റ്റ് കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല. ആ പ്രൊഡക്റ്റ് കംപ്ലൈൻറ്റ് ആവുകയില്ല എന്നല്ല പറയുന്നത്, ഒരിക്കലും കംപ്ലൈൻറ്റ് ആവുകയില്ല, അത് ഞങ്ങൾ ഉറപ്പിച്ചു തരാം. അഥവാ എന്തെങ്കിലും സർവീസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പ്രയാസപ്പെടേണ്ടി വരികയില്ല. സോ അത് തന്നെയാണ് ഞങ്ങൾ തരുന്ന ഉറപ്പല്ലേ. അപ്പോൾ പറഞ്ഞു ഒരിക്കൽ കൂടി, തൊടുപുഴ, ഇടുക്കി ജില്ലയിൽ തൊടുപുഴ, കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ, വെമ്പള്ളി, തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുട്ടത്തറ ജംഗ്ഷനിലാണ്. സോ വായോ വന്ന് ഞങ്ങളുടെ ഓഫറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കണ്ട് അറിഞ്ഞ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യും. എക്സാക്ട്ലി, എന്താണോ നിങ്ങളുടെ ബഡ്ജറ്റ്, എന്താണോ നിങ്ങളുടെ ഡിസൈൻ, അതിനെ മാച്ച് ചെയ്ത് ഏത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ള പ്രോപ്പർ ഗൈഡൻസ് നമ്മുടെ ഇവിടുത്തെ എക്സ്പേർട്സ് നമുക്ക് തരും. ആ ഒരു ഇതിൻ്റെ ബേസിസിൽ നമ്മുടെ ബഡ്ജറ്റിനെ മാച്ച് ചെയ്ത് ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി പർച്ചേസ് ചെയ്തില്ലെങ്കിലും നമുക്കിതൊന്ന് കാണാം. എല്ലാ പ്രൊഡക്ട്സും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത എവിടെയാണ്? നെക്സ്റ്റ് ഷോറൂം. ആക്ച്വലി നമ്മൾ ഓരോ ഇനാഗ്രേഷൻ്റെ ഒപ്പമാണ് നമ്മൾ അനൗൺസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഷോറൂം വരുന്നത് വേറെങ്ങുമല്ല, കൊല്ലത്താണ്. താമസിക്കാതെ നമ്മൾ കൊല്ലത്തും കാണാം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റുമാനൂർ ഷോറൂം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ 9 മാസം ടൈം എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എന്നാണ് തിരുവനന്തപുരം ഷോറൂം ഉൾക്കാണ് ചോദിച്ചിട്ടുണ്ട്. താമസിച്ചേക്കാം, വരാതിരിക്കില്ല, ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പോൾ
അടുത്ത വീഡിയോയുമായി കാണാം. ഞങ്ങൾ ഒരുമിച്ച്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിനെക്കുറിച്ച് ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഒരു കോംപ്രമൈസും ചെയ്യില്ല. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതായിരിക്കും ഞങ്ങൾ സനിയോ ഡോക്ടർ. താങ്ക് യു.